സിസ്റ്ററിന്റെ പേരെന്താണ്? എൻ്റെ പേര് സിസ്റ്റർ മേഴ്സീന. ഞാനിവിടെ MSA കോൺവെന്റ് സുപ്പീരിയർ ആണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് എഴുതി. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് എഴുതി തീരുമെന്ന്. പക്ഷേ എഴുതി തീർന്നു. പ്രത്യേകിച്ച് എനിക്കൊരു ചെറിയൊരു സൗഖ്യം കിട്ടി. എൻ്റെ വിരലിങ്ങനെ മടങ്ങുകയല്ലായിരുന്നു. അപ്പോൾ എഴുതി പോയപ്പോൾ മടങ്ങിയുണ്ടോ ശരിക്കും കുറേ വർഷം ഇങ്ങനെ ഇരിക്കും. നേർവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുമോന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മടങ്ങി. ഇദ്ദേഹത്തിന്റെ വചനത്തിന്റെ അത്ഭുതം ഞാൻ കണ്ടു. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ ഈ ഇടവകയിൽ ഇപ്പൊ മുറ്റത്തേക്ക് നോക്കിയേ എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ്. ഒരു സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കുക. ഞങ്ങളുടെ ഇടവക ജനങ്ങൾ ഇത്രയും സന്തോഷത്തിൽ, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷം. ഒരു പെരുന്നാളിനേക്കാൾ വലിയ സന്തോഷത്തിലിരിക്കുന്നു. ഒത്തിരി സന്തോഷം. ഈ വചനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ഇടവക നടന്നതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് കൊച്ചു കുട്ടികൾ മുതല് എഴുതാൻ അറിയുന്ന ഒരു മുതല് പ്രായമായവര് ഒരു എഴുത്ത് ഒരു പക്ഷെ ഒരു വായിക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ മൊബൈലിലൊക്കെ നോക്കിയത്. പക്ഷെ ബൈബിൾ എഴുതൽ ഇപ്പൊ ആൾക്കാർ കുറവായിരിക്കും, അല്ലെ വചനം എഴുതൽ കുറവായിരിക്കും. ഇതിലൂടെ അതിനകത്തേക്ക് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തേക്ക് കൂടി ഒരു അനുഭവം കൂടി അവർക്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. കാരണം പലരും പറഞ്ഞ വർഷങ്ങളായിട്ട് എഴുതാറില്ലെന്ന്. പക്ഷെ ഒരു 10-15 പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ചെയ്ത അമ്മച്ചിമാരൊക്കെ കൂടെ ഉണ്ട്. പിന്നെ കുട്ടികളും. അപ്പൊ അവരതെല്ലാം ഈ വചനത്തിലേക്ക് ഭയങ്കര ഒരു അടുപ്പം കിട്ടി. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടവകയിലെ എല്ലാവരും ഇനി കൂടുതൽ ഇതിൽ സംബന്ധിക്കുന്നുള്ള വലിയൊരു മറക്കാനാവാത്ത ഒരു ജൂബിലി ആഘോഷമായി മാറി. തീർച്ചയായിട്ടും. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. പരീക്ഷ പരീക്ഷയില്ല, ബൈബിൾ എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ടെൻഷൻ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞപ്പോൾ വലിയൊരു ആരവം ഇവിടെ കാണുവാണ് നമ്മുടെ പള്ളിമുറ്റത്ത്. അത് വലിയൊരു സന്തോഷമാണ്. കാരണം എല്ലാവർക്കും ഈ വചനം എഴുതേണ്ട ഒരു അഭിഷേകം കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടിയ അഭിഷേകം. കാരണം എനിക്ക് ഒരു വർഷത്തോളമായിട്ട് എൻ്റെ വിരല് നെർവിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുള്ളായിരുന്നു. ഇന്ന് ഞാൻ വചനം എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ വിരല് മടങ്ങി, വേദനയില്ല. അപ്പോൾ വചനത്തിൻ്റെ വലിയൊരു അത്ഭുതം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ കിട്ടി കാണും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വചനം എഴുതിയതിൻ്റെ അത്ഭുതങ്ങൾ ഒരു ഇടപെടൽ.